ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പഴം കൊണ്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികം വലിപ്പമില്ലാത്തതാട്ടോ, വലുതൊക്കെ ആണെങ്കിൽ 3 മതിയാവും. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നെയ്യിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് പഴം ഒന്ന് കുഴഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, പഴം അടിയിലൊന്നും പിടിച്ചു പോവാതെ. പഞ്ചസാര നന്നായി മെൽറ്റായി പഴന്ന് കുഴഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ വെന്ത് ഉടഞ്ഞു പോവും, അതൊന്ന് ശ്രദ്ധിക്കണം. ഉടഞ്ഞു പോകരുത്, ഇതുപോലെ വേറിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇത് പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്കിത് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഞാനിത് ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴത്തിൽ നമ്മൾ ചേർത്തത് കൊണ്ട് അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2-3 ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പഴം മിക്സ് തയ്യാറാക്കി വെച്ചതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ പാകമാണ്. ഇനി ഇത് തയ്യാറാക്കാനുള്ള പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ ഓയിലൊക്കെ പുരട്ടി വെച്ചതാണ്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവലാക്കിയെടുക്കാം. പഴം എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ ഹോൾസ് ഒന്ന് അടച്ചു കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഒരടുപ്പ് സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ടോട്ടലി 20-25 മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. പഴം കൊണ്ട് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.